ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയ യൂട്യൂബ് ചാനലിന് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ നമ്മളൊരു ചങ്ങായി മച്ചമാരെ ഇപ്പൊ വന്നിട്ട് ചോദിച്ച് നമ്മള് വീട്ടില് ഒരു കല്യാണം ഉണ്ട്. കല്യാണം ഉണ്ടാകുമ്പോ 50 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, എത്ര ചെലവുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഐഡിയ കൊടുത്തി. അപ്പൊ ഐഡിയത്തിന്റെ സാധനം മേടിക്കുമ്പോ അവർക്ക് ലാഭവും നഷ്ടവും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. എന്താ പറയാ, നമ്മള് പോയിട്ട് ഉണ്ടാക്കിയിട്ട് തരും. നപ്പോ നല്ല ബിരിയാണി ഉണ്ടാക്കാം, അങ്ങനെ നല്ലോണം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചക്കന് ഇഷ്ടപ്പെട്ടു, ചക്കന് ബിരിയാണി ആക്കൂ, നമുക്ക് വിളിക്കൂ, ഇല്ലെങ്കിൽ വിളിക്കൂല. ആ ഇപ്പൊ വിളിക്കൂ പറഞ്ഞു കേട്ടാ, വിളിക്കൂലേ? ആ ഇപ്പൊ നമ്മള് ബിരിയാണി ചക്ക, ഇങ്ങനത്തെ ബിരിയാണി നിങ്ങൾ എടിയോ കഴിച്ചിട്ടില്ല. നമ്മള് ബിരിയാണി ആക്കണ പോലെ നമ്മള് ഈ ബിരിയാണി നിങ്ങൾ കഴിക്കണമെങ്കിലേ നമ്മള് ഹോട്ടലിൽ വന്നിട്ട് യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ചാനൽ പേജ് നോക്കിട്ട് ഈടി വന്നിട്ട് കഴിച്ചിട്ട് നോക്കി, പിന്നെ നിങ്ങൾ നമുക്ക് വിളിച്ചോ. നീ നാളെ വന്നിട്ട് ഒരു 10 ബിരിയാണി വെറുതെ മറിച്ചോ. ഈ 10 ബിരിയാണി മറിച്ചിട്ട് നീലേ നാളെ നിങ്ങൾ പേരെന്തോ? റോക്കി അല്ലേ? അപ്പൊ റോക്കി നാളെ വന്നിട്ട് 10 ബിരിയാണി മടിച്ചോ. 10 ബിരിയാണി മടിച്ചിട്ട് എല്ലാവർക്കും പുറക്കെ എല്ലാവർക്കും കൊടുക്ക്. നിങ്ങൾ ഉമ്മമ്മക്ക് കൊടുക്ക്. ഉമ്മമ്മ നാളെ കൊടുക്ക്. ആ വയസ്സായിട്ടില്ലേ ബിരിയാണി കഴിച്ചിട്ട് പറയൂ, അവർക്ക് അറിയാം ഏത് ബിരിയാണി നല്ലതാ, ഏത് ബിരിയാണി പൊക്ക. ആ ബിരിയാണി കഴിച്ചിട്ട് അന്നെ ആളെ വിരിക്കൂ. നീ അവർക്ക് അറേഞ്ച് ചെയ്യാം. ബിരിയാണി നാളെ 10 വാങ്ങിക്കോ, 10 പൈസ വേണ്ട. ആ ബിരിയാണി കഴിച്ചിട്ട് നാളെ മറ്റന്നാൾ ഓർഡർ ചെയ്യാം. ഓക്കെ, നീ ഇപ്പോ പോയിട്ട് എത്ര പൈസായി? നിങ്ങൾ 13 പൈസയില്ലേ? ആ 13 പൈസ വലിയ പൈസയില്ല. ആ 13 പൈസയില്ലേ പിന്നെ അത് 5-6 കൊല്ലം ജീവിക്കാൻ പറ്റൂ. 13 പൈസയില്ലേ, 13 പൈസ ഒരു ബന്ധ പൈസ ഇല്ല, 5-6 കൊല്ലം ജീവിക്കാൻ പറ്റൂ. ആ നിങ്ങള് ഉപ്പൊക്കെ എന്താ പറയണ്ടേ? നിങ്ങൾ ഉപ്പൊക്കെ ബിരിയാണി സംബന്ധം ഒന്നും അറിയില്ല. അറിയാ പണിയെടുത്തി. പിന്നെ ഈ ബിരിയാണി നമ്മൾ ആക്കണില്ല. നിങ്ങൾ ഉപ്പൊക്കെ വിളിച്ചിട്ട് ഈ ബിരിയാണി ആക്കണ പറഞ്ഞ മോനെ.